അടിപൊളി അടിപൊളി അടിപൊളി. ഈ വാക്ക് പറഞ്ഞാൽ എന്താ തെറ്റ്? അവര് തുറന്നിട്ട് നടക്കട്ടെന്നേ. റോട്ടിൽ കൂടെ അവർ തുറന്നിട്ട് അതൊരു പാറ്റേൺ ആക്കി മാറ്റൂ. കാരണം ഇത് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇത് കാണിക്കാനും ബുദ്ധിമുട്ടില്ല. സോഷ്യൽ മീഡിയ അടിപൊളി. എന്ത് രസാണ് ഒരു വാക്ക്. നമ്മളുടെ ശരീരത്തിലെ ഒരു ഭാഗമാണ് കേട്ടോ. ആ വാക്ക് ഉപയോഗിച്ച് ഇന്ന് സോഷ്യൽ മീഡിയ മൊത്തം ചർച്ചയാണ്. എന്താണ് ഈ ചർച്ചയിലൂടെ നമ്മളുടെ അടുത്ത ജനറേഷന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? തിരുവനന്തപുരത്തുള്ള ഒരു റേഡിയോ ജോക്കി ഒരു വാക്ക് പറഞ്ഞു, ഒരു പ്രാങ്ക് കോളിലൂടെ. ആ വാക്ക് പൊതുസമൂഹത്തിൽ ഓപ്പൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കാണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് അവർ അത് ഉപയോഗിച്ച് എന്നുള്ളത് നമുക്കറിയാം. അത് കേൾക്കുമ്പോൾ ആൾക്കാർക്കൊരു ഒരു അട്രാക്ഷൻ തോന്നുന്നോ എന്തോ വിചാരിച്ചിട്ടാണെന്ന് അറിയില്ല. അവരുടെ ഷെയർസ് കൂടുന്നോ, അവരുടെ ലൈക്ക് കൂടുന്നോ, ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. ഒരു പക്ഷെ അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇതൊരു പ്രാങ്ക് കോൾ അല്ലേ, അതിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറെ റീച്ച് കിട്ടും എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ. ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ഇതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് ചിന്തിച്ച് അവലോകനം ചെയ്ത് ഒരു 100-ലേറെ സോഷ്യൽ മീഡിയ ചാനലുകൾ, അതും വളരെ വിപുലമായി ഓടിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ ചാനലുകൾ, അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിനെ വീണ്ടും 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 പ്രൊമോട്ട് ചെയ്യുക. നമ്മൾ ഇതിലൂടെ എന്ത് സന്ദേശമാണ് നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ, എന്താണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ ഈ വീഡിയോ പ്രൊമോട്ട് ചെയ്യലിലൂടെ എല്ലാ കുട്ടികൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന, അതായത് വരും ജനറേഷന് മനസ്സിലാക്കാൻ കഴിയുന്ന ഇതുപോലെയുള്ള നിരവധി വാക്കുകൾ ഉപയോഗിക്കും തോറും നമ്മൾ ഇന്ന് യൂട്യൂബേഴ്സും സോഷ്യൽ മീഡിയ ഫേമസ് ആവാൻ കാത്തിരിക്കുന്ന പുതിയൊരു ജനറേഷനാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇതുപോലെയുള്ള വാക്കുകൾ കൂടുതൽ ഉപയോഗിക്കാനും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനും കൂടുതൽ കൂടുതൽ പ്രചോദനം നൽകുകയാണ്. കാരണം ഫൈനലി ഇതെല്ലാം മണിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി, ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഇത് കേൾക്കുമ്പോൾ ഓക്കെ, ഇന്ന് ആ RJ ഇങ്ങനൊരു വാക്ക് ഉപയോഗിച്ചപ്പോൾ ഇത്ര റീച്ച് കിട്ടി, നാളെ മറ്റൊരു വാക്ക് ഉപയോഗിച്ചാൽ ഇതിലും കൂടുതൽ റീച്ച് കിട്ടും. ഇങ്ങനെ തുടങ്ങി തോന്നിവാസങ്ങൾ മൊത്തം വിളിച്ചു പറയുന്ന ഒരു വേദിയാക്കാനാണ്. അതായത് നേർക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞാൽ മാത്രമല്ലേ, വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞാൽ മാത്രമല്ലേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുക. അപ്പൊ അതിലൂടെ എന്താണ്, നമുക്ക് ഒരുപാട് റീച്ച് കിട്ടും, ഷെയർ കിട്ടും. പിന്നെ അതൊരു നമ്മുടെ ഒരു ശീലമായി മാറും. കാരണം റെഗുലർലി നമ്മളുടെ വീഡിയോയിലൂടെ കേൾക്കുന്ന സാധനമായി മാറും. ഇതാണോ നമ്മൾ കൊടുക്കാനിരിക്കുന്ന മെസ്സേജ്? അടുത്ത ജനറേഷന് നമ്മൾ ഇതാണോ മെസ്സേജ്? എൻ്റെ അഭിപ്രായം പറയാം, വളരെ ക്ലിയർ ആണ്. ആ വാക്ക് ഞാൻ എൻ്റെ ഈ ചാനലിൽ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഞങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന്. നല്ല വാല്യൂസ് കൊടുക്കുക, നല്ല ടോക്സ് കൊടുക്കുക, നമ്മളുടെ വീഡിയോസ് മാക്സിമം നല്ല കണ്ടന്റിലൂടെ ജനങ്ങളിലേക്ക് എത്തുക. എന്നിട്ടും എത്തുന്നില്ലെങ്കിൽ വേണ്ടതേ, നിങ്ങളിത് ഷെയർ ചെയ്യും വേണ്ട, പ്രൊമോട്ട് ചെയ്യും വേണ്ട, ഒന്നും ചെയ്യണ്ട. കാണുന്നവർ കണ്ടാൽ മതി, മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ഇത് വേണോ വേണ്ടേ, ഇത് ഉപയോഗിച്ചത് ശരിയാണോ തെറ്റാണോ, എന്തേ, ഇത് ശരീരത്തിന്റെ ഒരു ഭാഗമല്ലേ, ഈ വാക്ക് പറഞ്ഞാൽ എന്താ തെറ്റ്? അങ്ങനെ പറയുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നേ, നാളെ തൊട്ട് ഇത് പറയാൻ മാത്രമല്ല, ഇത് കാണിക്കാനും ബുദ്ധിമുട്ടില്ലാത്ത കുറേ ചികളുണ്ട്. ആ പേര് ഞാൻ പറയില്ല, അതിന്റെ ഡാഷ് ചികൾ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അങ്ങനെ ഉള്ളവരുണ്ട്. അവര് തുറന്നിട്ട് നടക്കട്ടെന്നേ. റോട്ടിൽ കൂടെ അവർ തുറന്നിട്ട് അതൊരു പാറ്റേൺ ആക്കി മാറ്റൂ. നിങ്ങൾ തുറന്നിട്ടിട്ട് നടക്കൂ. നിങ്ങൾ ഷർട്ടും പാൻറ്റോ ബാക്കിയുള്ള ഡ്രസ്സുകളോ ഒന്നും ഇടണ്ട. നിങ്ങൾ റോഡിലൂടെ അങ്ങനെ നടക്കാൻ തുടങ്ങുമോ? കാരണം ഇത് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇത് കാണിക്കാനും ബുദ്ധിമുട്ടില്ല. അതാണല്ലോ അതിൻ്റെ ഒരു ശരി. അങ്ങനെ നടക്കാൻ തുടങ്ങും. അപ്പൊ ഇതൊരു കോമൺ തിങ് ആയി മാറും. കാരണം നമ്മൾ കാട്ടുവാസികളുള്ളൂ. നമ്മളുടെ കൾച്ചർ ബിൽഡപ്പ് ചെയ്ത് ഉയർന്ന ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് കൂടെ നമ്മൾ പറയുകയാണ്, നമ്മൾ തനി തറ വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ ഫേമസ് ആവാൻ ശ്രമിക്കുന്നു. നമ്മൾ പറയുകയാണ് ഇതൊന്നും ഒരു കുഴപ്പമുള്ള കേസല്ല, ഇതെന്താണ്, ഇത് മനുഷ്യന്റെ ശരീരത്തിലൊരു ഭാഗമാണ്. പിന്നെ അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയൊക്കെയാണല്ലോ മാറിക്കൊണ്ടിരിക്കുന്നത്.
എന്തും അവർക്ക് തുറന്നു കാണിക്കാം. ആണുങ്ങൾ തുറന്നു കാണിച്ചാൽ തെറ്റ്, പെണ്ണുങ്ങൾ തുറന്നു കാണിച്ചാൽ ശരി. ഈ ലോകം ഇത് എങ്ങോട്ടാണ്? നിങ്ങളുടെ അടുത്ത ജനറേഷൻ, നിങ്ങൾ ഈ തെറി പറഞ്ഞിരുന്ന വീഡിയോ, കുട്ടികൾ ഇന്ന് തെറി പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ കുട്ടികൾ, അതായത് വിവരമില്ലാത്ത പ്രായത്തിൽ ഒരു കുട്ടിയുടെ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ ആ തെറി വിളിക്കുന്ന വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുക. കഴിഞ്ഞ ദിവസം ഈ ഓഡിയോ ക്ലിപ്പ് എടുത്തിട്ട് ഒരു അമ്മയാണ് ആ സ്ത്രീ, അവര് ഈ ഓഡിയോ ക്ലിപ്പ് എടുത്തിട്ട് ഈ RJ പറഞ്ഞ അതേ വാക്കുകളുടെ ഓഡിയോ ക്ലിപ്പ് എടുത്തിട്ട് പുള്ളിക്കാരി വീണ്ടും റീൽ ചെയ്തിരിക്കുന്ന കണ്ടു. കുട്ടികളിൽ തെറി പറയുന്നതിന്റെ റീല് ചെയ്തിട്ടിടുക. ഇതിലൂടെ നിങ്ങൾക്ക് ഷെയറും കമന്റും ഒക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷെ അടുത്ത ജനറേഷനും അതുപോലെ ഈ ചെയ്ത കുട്ടിയും നാളെ വെക്കുന്ന ഒരു പ്രായത്തിൽ സ്വന്തം തന്തയും തള്ളേനെയും അവര് വിളിക്കാൻ പോകുന്ന തെറിയാണ് നിങ്ങൾ ഓർത്തോളണം. ഇന്ന് നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള സംഭവം, അല്ലെങ്കിൽ നാളെ അതൊരു കോമൺ സംഭവമായി നിങ്ങളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളായി മാറ്റാനാണോ നിങ്ങളുടെ ശ്രമം എന്നുള്ളതാണ്. കേരളം 100% ലിറ്ററസി എന്ന് പറഞ്ഞിട്ട് 50% പോലും ബുദ്ധിയില്ലാണ്ട് പ്രവർത്തിക്കുന്ന ജനങ്ങളാണ് ഇന്ന് കേരളത്തിൽ. ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകാന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ വളരെ വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്, ഈ രീതിയിൽ അവരത് പറഞ്ഞു, അവർക്ക് തെറ്റാന്ന് മനസ്സിലായി, അവരത് മാപ്പ് പറഞ്ഞു, കഴിഞ്ഞു. ഇത്രേ ഉണ്ടാവുമ്പോഴല്ലോ പല നല്ല സോഷ്യൽ മീഡിയ, അത്യാവശ്യം നല്ല റീച്ചും ഫോളോവേഴ്സും ഒക്കെ ഉള്ള സോഷ്യൽ മീഡിയകളും ഇതുപോലുള്ള തോന്നിവാസം എടുത്തിട്ട് ഇതുപോലുള്ള വൃത്തികെട്ട വാക്കുകൾ വീണ്ടും വീണ്ടും അത് കാണുമ്പോൾ ആൾക്കാർക്ക് കാണാൻ തോന്നുന്ന വിശ്വാസത്തിൽ ഞങ്ങൾ ആ വാക്ക് ഇപ്പോഴും ഈ വീഡിയോയിൽ പോലും ഉപയോഗിച്ചിട്ടില്ല. ഇത്രയും പറഞ്ഞിട്ട് പോലും അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലുള്ള വൃത്തികെട്ട വീഡിയോസ്, വൃത്തികെട്ട വാക്ക്, ഇന്ന് ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റില്ല. തുറക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരെ, ഇത് നിങ്ങൾ വലിയ ദോഷത്തിലേക്കാണ് എത്തുന്നത്. ഈ വാക്കുകൾ ഉപയോഗിക്കുക, ലഹരി ഉപയോഗിക്കുക, ഈ സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോകൾ മാക്സിമം ജനങ്ങളിലേക്ക് എത്തും തോറും, കുട്ടികളിലേക്ക് എത്തും തോറും ഇത് ജനറേഷൻ കഴിയുമ്പോൾ ഇതൊരു കോമൺ തിങ് ആയി മാറും. ഇത് നിങ്ങൾക്കെതിരുള്ള ആയുധമായി മാറുമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.